നമ്മൾ നോക്കാൻ പോകുന്ന ഫിഫ്ത്ത് മൊഡ്യൂളിലെ ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിഫറെൻറ്റ് ഫയൽ അലോക്കേഷൻ ഓപ്പറേഷൻസ് വിത്ത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അലോക്കേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ അലോക്കേഷൻ ഓപ്പറേഷൻ. ശരിക്കും അലോക്കേഷൻ മെത്തേഡ്സ് അല്ലെങ്കിൽ അലോക്കേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എങ്ങനെയാണ് ഫയൽസ് ഓരോ ഡിസ്കിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്? ഹൗ ദ ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ ഡിസ്ക് ബ്ലോക്സ്. ഇപ്പം നമ്മുടെ തന്നെ ഓരോ ഫയൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വേർഡ് ഡോക്യുമെൻ്റ്, അതൊരു ഫയലാണ്. ആ ഫയൽ എന്ന് പറയുമ്പോൾ പെർമനൻ്റ് ആയിട്ട് ഇപ്പം ഞാനൊരു വേർഡ് ഡോക്യുമെൻ്റ് അകത്ത് ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്, മൊഡ്യൂൾ 5ൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുക, അതൊരു ഫയലാണ്. അപ്പോൾ ആ ഒരു ഫയൽ ശരിക്കും പോയി ഡെസ്കിൻ്റെ അകത്ത് സേവ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഞാൻ പിന്നീട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത്, കാരണം അത് പെർമനൻ്റ് ആണ്. അപ്പം എങ്ങനെയാണ് ഈ ഫയൽസ് ഡിസ്ക് ബ്ലോക്സിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്? അങ്ങനെ ഡിഫറെൻറ്റ് എന്ത് ചെയ്യണം അലോക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ പ്രോബ്ലം ആയിട്ടും ചോദിക്കത്തില്ല, തിയറി ആയിട്ട് ചോദിക്കത്തുള്ളൂ. ഓക്കെ, അങ്ങനെ 3 മെയിൻ ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ഉണ്ട്. കണ്ടീജിയസ് അലോക്കേഷൻ മെത്തേഡ്, ലിങ്ക്ഡ് അലോക്കേഷൻ മെത്തേഡ്, ദെൻ ഇൻഡെക്സ്ഡ് അലോക്കേഷൻ മെത്തേഡ്. അപ്പോൾ ഈ മെത്തേഡ്സിൻ്റെ ഒക്കെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഡിസ്ക് സ്പേസ് യൂട്ടിലൈസേഷൻ എഫിഷ്യൻ്റ് ഡിസ്ക് സ്പേസ് യൂട്ടിലൈസേഷൻ. അതായത് ഇപ്പോൾ ഒരു ഫയലിൻ്റെ അകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഫയൽ ഒരു ഡിസ്കിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, സോ എങ്ങനെയാണ് ആ ഒരു ഫയൽസ് ഡിസ്കിൻ്റെ അകത്ത് ഡിസ്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എഫിഷ്യൻ്റ്ലി നമ്മൾ ഡിസ്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആ ഡിസ്കിൻ്റെ അകത്ത് അലോക്കേറ്റ് ചെയ്യണം, എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയലിരിക്കുന്ന ബ്ലോക്സിനെ ഈസിലി എന്ത് ചെയ്യണം, ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാനും പറ്റണം. ഇത്രയാണ് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് കൊണ്ട് നമ്മൾ അതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഈസ് കണ്ടീജിയസ് അലോക്കേഷൻ. എന്താണ് ഈ കണ്ടീജിയസ് അലോക്കേഷൻ എന്ന് പറയുന്നത്? അപ്പം ഈ സ്കീമിൻ്റെ അകത്ത് കണ്ടീജിയസ് അലോക്കേഷൻ എന്ന് പറയുന്നത്, അപ്പം ഈ ഒരു സ്കീമിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫയലിൽ, അതായത് കണ്ടീജിയസ് സെറ്റ് ഓഫ് ബ്ലോക്സ് ആയിരിക്കും കാണുന്നത്. ഒരു ഫയലിൻ്റെ അകത്ത് എന്താണ് കണ്ടീജിയസ് എന്ന് പറഞ്ഞാൽ കണ്ടീജിയസ് സെറ്റ് ഓഫ് ബ്ലോക്സ് ആയിരിക്കും കാണുന്നത് ഡിസ്കിൻ്റെ അകത്ത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഇപ്പോൾ നമുക്ക് n ബ്ലോക്സ് ആണ് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം ഗിവൺ എ ബ്ലോക്ക് ബി ആസ് എ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ആണ് കൊടുക്കുന്നതാണെങ്കിൽ ഓരോ ബ്ലോക്സും ഒരു ഫയലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും, B+1 B+2 അങ്ങനെ ആയിരിക്കും. അതായത് സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് എന്ന് പറയുമ്പം സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് അഡ്രസ്സും കാണും, ആ ഫയലിൻ്റെ ലെങ്തും കാണും. ലെങ്ത് എന്ന് വെച്ചാൽ എത്ര ബ്ലോക്സ് ആണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം, ഇപ്പോൾ ഒരു ഫയൽ ഇതാണ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഡയറക്ടറി എന്ന് പറഞ്ഞാൽ ഫോൾഡർ. അതിൻ്റെ അകത്താണല്ലോ കുറേ ഫയൽസ് ഉണ്ടാവുന്നത്. അതിലൊരു ഫയലാണ് കൗണ്ട്, TR, മെയിൽ, ലിസ്റ്റ്, F. ഇത്രയും ഫയൽസ് ഉണ്ട്. അതിൽ ഫയലിന് എന്തൊക്കെ കാണുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് അഡ്രസ്സ് കാണും, പിന്നെ ലെങ്ത് ഓഫ് ദ ഫയൽ കാണുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇപ്പോൾ ഫയൽ കൗണ്ട് എന്ന് പറഞ്ഞ ഫയലിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 0 ആണ്, അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്. മീൻസ് ആ ഒരു ഫയൽ ഇരിക്കുന്ന ഡിസ്ക് ബ്ലോക്കിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. അതായത് ഇപ്പം ഇത് നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മെയിൽ എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 19 ആണ്. സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് 19 ആണ്. ദെൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറയുമ്പം ഇവിടെ 32 സൈസാണ്. സോ അതിൽ അപ്പോൾ 0 to 31 ബ്ലോക്സ് ഉണ്ടാവും. അപ്പം അതിൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തം 32 ബ്ലോക്സ് ഉണ്ടാവും. അതിൽ നമ്പർ ചെയ്യുന്നത് 0 to 31 ആയിട്ടാണ്. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 19 ആണ്. അപ്പോൾ ഇതാണ് മെയിൽ, നിങ്ങൾക്ക് കാണാം. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം മെയിലിൻ്റെ സ്റ്റാർട്ടിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 19. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത് എത്രയാണ്? 6 ആണ്. സോ 1 2 3 4 5 6.
അപ്പം 19 to 24 വരെ ഏത് ഫയൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു? മെയിൽ എന്ന് പറഞ്ഞ ഫയൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു. ഇത്രയും ബ്ലോക്ക്സ് ഫ്രം ബ്ലോക്ക് നമ്പർ 19 to block 24 വരെ എന്ത് ചെയ്യാണ്? മെയിൽ എന്ന് പറഞ്ഞ ഫയൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുകയാണ്. മീൻസ് കണ്ടീജിയസ് ആയിട്ടാണ്. 19 കഴിഞ്ഞാൽ അടുത്ത 21 അല്ലെങ്കിൽ 26 അല്ല, 19 കഴിഞ്ഞാൽ 20 ആണ്, ദെൻ 21, ദെൻ 22. കണ്ടീജിയസ് സെറ്റ് ഓഫ് ബ്ലോക്സിലാണ് ഫയലിനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് അലോക്കേഷൻ മെത്തേഡിന് നമ്മൾ എന്ത് പറയും? കണ്ടീജിയസ് അലോക്കേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും സീക്വൻഷ്യലും ഡയറക്റ്റ് ആക്സസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയറക്റ്റ് ആക്സസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ കേത്ത് ബ്ലോക്കിൻ്റെ അഡ്രസ്സ് അറിയണമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ബി, അതായത് 19 ആണ്. ആ ഒരു ബ്ലോക്ക് അറിയാൻ വേണ്ടി എന്ത് കൊടുത്താൽ മതി? 19 പ്ലസ് എന്ത് ചെയ്താൽ മതി? കെ. 19 സ്റ്റാർട്ടിങ്. ഇങ്ങനെ കേത്ത് ചെയ്ത് അറിയണമെങ്കിൽ ആ ബ്ലോക്ക് പ്ലസ് കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? ഇപ്പം 19 ബ്ലോക്കാണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 21 ആണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? 21th ബ്ലോക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതറിയണേ നമുക്ക് എന്ത് ചെയ്താൽ മതി? ബി പ്ലസ് സ്റ്റാർട്ടിങ് അഡ്രസ് പ്ലസ് ആ കെ ബ്ലോക്ക് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ, അതുകൊണ്ട് നമുക്കിത് പറയാം എക്സ്ട്രീംലി ഫാസ്റ്റ് ആണെന്ന് പറയാം. കാരണം നമ്മൾ നോക്കുന്ന ആ കണ്ടീജിയസ് ആയതുകൊണ്ട് നോക്കുന്ന ആ ഒരു നമ്പർ ഓഫ് സീക്ക് എന്ന് പറയുന്നത് എന്താണ്? മിനിമൽ ആയിരിക്കും. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷനിൽ സഫർ ചെയ്യും. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഇന്റേണലും എക്സ്റ്റേണലും എന്താണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ മെമ്മറി യൂട്ടിലൈസേഷൻ ഇൻഎഫിഷ്യൻ്റ് ആകും. പിന്നെ ഫയൽ സൈസ് കൂടുന്തോറും ഇതിപ്പോൾ 6 ബ്ലോക്കിൽ തന്നെ നിൽക്കും. ഇത് ഫയൽ സൈസ് കൂടുന്തോറും എന്താണ്? ഫയൽ സൈസ് എന്ന് വെച്ചാൽ കണ്ടീജിയസ് മെമ്മറി ഇല്ലാന്നുണ്ടെങ്കിൽ ഫയൽ സൈസ് കൂടും. ഇപ്പോൾ 6 ബ്ലോക്സിൻ്റെ ഉള്ളിൽ ഈ ഫയൽ നിൽക്കും. മെയിൽ എന്ന് പറഞ്ഞ ഫയൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിനെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. 6 ബ്ലോക്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ 6 ബ്ലോക്സിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫയൽ സൈസ് കൂടുവാണെങ്കിൽ എന്ത് ചെയ്യും? അത് ഡിഫിക്കൽട്ടാണ്. അതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. So this is contiguous allocation. Next method is linked list allocation. Linked list allocation എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കാം. ലിങ്ക്ഡ് ലിസ്റ്റ് അലോക്കേഷൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് ഡിസ്ക് ബ്ലോക്സ് ആയിരിക്കും, അത് കണ്ടീജിയസ് അല്ല. ലിങ്ക്ഡ് ലിസ്റ്റ് ഓഫ് ഡിസ്ക് ബ്ലോക്സ് ആയിരിക്കും, അത് കണ്ടീജിയസ് ആയിരിക്കത്തില്ല. എന്ന് പറയുന്നത് ഡിസ്ക് ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ എവിടെയൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുക അവിടെ ഇവിടെയൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുമായിരിക്കും, അല്ല കണ്ടീജിയസ് ആയിരിക്കത്തില്ല. പക്ഷെ നമുക്ക് അങ്ങനെ എങ്ങനെ അത് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ടറിയുടെ അകത്ത് ഈ കണ്ടെയ്ൻസ് എന്തുണ്ടാവും? ഒരു പോയിന്റർ ഉണ്ടാകും. ഓക്കെ, ഒരു പോയിന്റർ ഉണ്ടാവും. എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ് എന്നുവെച്ചാൽ അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ എൻഡും വേണ്ടിയിട്ട് ഒരു 2 പോയിന്റർ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡയറക്ടറി ഇപ്പം ഫയൽ ജീപ്പ് എന്ന് പറഞ്ഞൊരു ഫയൽ, അതിൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ് അതിൻ്റെ അകത്ത് എന്തുണ്ടാവും? സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ഒരു പോയിന്റർ ഉണ്ടാവും, സ്റ്റാർട്ടിങ് അഡ്രസ്സ്. അത് 9 എന്ന് പറയുമ്പോൾ അതിൻ്റെ നേരെ അതാണ് ഇവിടെ പോയിരിക്കുന്ന 9th എൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സ്. ഓക്കെ, 9 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സ്. എന്നുവെച്ചാൽ സ്റ്റാർട്ടിങ് അഡ്രസ്സിൻ്റെ പോയിന്റർ ഉണ്ടാവും. എൻ്റെ എവിടെ വെച്ചിട്ടാണ് തീരുന്നത് അതിൻ്റെയും സ്റ്റാർട്ടിങ് അഡ്രസ്സ് ഉണ്ടാവും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന -1 ആണ്. ഇപ്പം 9ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് നെക്സ്റ്റ് പോയിന്റ്, കാരണം ഓരോ ബ്ലോക്കിൻ്റെ അകത്തും എന്തുണ്ടാവും? ഓരോ ബ്ലോക്കിൻ്റെ അകത്തും ഇറ്റ് കണ്ടെയ്ൻസ് എ പോയിന്റ് ടു ദ നെക്സ്റ്റ് ബ്ലോക്ക്. ഇപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 9 ആണ്, അപ്പോൾ 9ൽ ഇവിടെ വന്ന് പിടിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ് അഡ്രസ്സ് 9 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നേരെ 9ൽ വന്ന് നിൽക്കും. ഇത് എന്നിട്ട് ആ ബ്ലോക്കിന് ഒരു പോയിന്റർ ഉണ്ടാവും. എവിടെ? 16 എന്ന് പറഞ്ഞൊരു ഇതിൽ നെക്സ്റ്റ് ബ്ലോക്ക്, ആ ഫയൽ ഓക്യുപ്പൈ ചെയ്ത ബ്ലോക്കിന് ഒരു പോയിന്റർ ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ആ ബ്ലോക്കിൽ നിന്ന് ഒരു പോയിന്റർ ഉണ്ടാവും. അതാണ് ഈ 1ലോട്ടുള്ള. അവിടെ നിന്ന് ഒരു പോയിന്റർ ഉണ്ടാവും ഈ 10ലോട്ട്. അവിടെ നിന്ന് ഒരു പോയിന്റർ ഉണ്ടാകും 25ലോട്ട്. 25 എന്ന് പറയുമ്പോൾ എൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് ആ ജീപ്പ് എന്ന് പറഞ്ഞ ഫയൽ ഈ ഡിസ്കിൻ്റെ അകത്ത് ഈ ഡിസ്ക് ബ്ലോക്കുകളിൽ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് -1 ആണ് വരുന്നത്. കാരണം അതെന്ത് ചെയ്യുന്നു?
വേറൊരു പോയിന്റിലോട്ട് പോയിന്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നിങ്ങൾക്ക് കാരണം -1 കൊടുക്കാൻ കാരണം വേറൊരു പോയിന്റിലോട്ടും വേറൊരു ബ്ലോക്കിലോട്ടും അത് പോയിന്റ് ചെയ്യുന്നില്ല. സോ ഇവിടെ നമ്മൾ 9 സ്റ്റാർട്ട് ചെയ്യും. 9ൻ്റെ അകത്ത് ഇപ്പോൾ ബ്ലോക്കിൻ്റെ അകത്ത് കിടക്കുന്നത് 16 ആണ്. അപ്പോൾ 16 എന്ന് പറയുന്നത് അത് ഏത് ബ്ലോക്കിലോട്ട് പോകണം? 16th ബ്ലോക്കിലോട്ട് പോകണം. ഇനി അതിൻ്റെ അകത്ത് കിടക്കുന്നത് 1 എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. അപ്പോൾ 1ന് നേരെ എങ്ങോട്ട് പോകണം? 16 ബ്ലോക്കിൽ നിന്ന് 1 എന്ന് പറഞ്ഞ ബ്ലോക്കിലോട്ട് പോകണം. ഇനി 1ൻ്റെ അകത്ത് കിടക്കുന്നത് 10 എന്ന് പറഞ്ഞ ബ്ലോക്കാണ്. അപ്പോൾ അവിടെ നേരെ 10th ബ്ലോക്കിൽ പോകും. ഇനി അടുത്ത ഇതാണ് 25. 10ൻ്റെ അകത്ത് 25 എന്ന ബ്ലോക്കിലാണ്. അപ്പോൾ 25ലോട്ട് നേരെ അങ്ങ് പോകും. അവിടെ -1 ആണ്. -1 വരുമ്പോഴത്തേക്ക് നൾ പോയിന്റർ ആണ്. അത് വേറൊരു ബ്ലോക്കിലും പോയിന്റ് ചെയ്യത്തില്ല. ഇതാണ് എന്തെന്ന് പറയുന്നത്? പോയിന്റർ ബ്ലോക്ക് എന്ന് പറയുന്നത്, ലിങ്ക്ഡ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെരി ഫ്ലെക്സിബിൾ ആണ് ഇൻ ടേംസ് ഓഫ് ഫയൽ സൈസ്. അപ്പോൾ ഫയൽ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്താലും, കാരണം സിസ്റ്റത്തിന് കണ്ടീജിയസ് ആയിട്ടുള്ള വേണമെന്നില്ല, റാൻഡംലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? അലോക്കേറ്റ് ചെയ്താൽ മതി ഫയലിനെ. അതേപോലെ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ സഫർ ചെയ്യുന്നില്ല. ഓക്കെ. ഇനി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മറ്റതാണ് അടുത്തടുത്ത് നോക്കിയാൽ മതി. നമ്പർ ഓഫ് സീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമൽ ആയിരിക്കും ഏതിൻ്റെ കേസിൽ? കണ്ടീജിയസ് ആയിരുന്നുവെങ്കിൽ. പക്ഷെ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലാർജ് നമ്പർ ഓഫ് സീക്സ് വേണ്ടി വരും. എന്ത് ചെയ്യണം? ഓരോ ബ്ലോക്കിനെ ഇൻഡിവിജ്വലി ആക്സസ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ട് സ്ലോവർ ആയിരിക്കും. പിന്നെ റാൻഡം അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്സസ് ഇതിന് പറ്റത്തില്ല. നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു ബ്ലോക്സിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മറ്റത് B+K വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റർ വെച്ചിട്ട് ആക്സസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അത് പോയിന്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഓവർഹെഡ്, മെമ്മറി ഓവർഹെഡ് കൂടുതലാകും. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് വൺ ഇസ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. ഇൻഡെക്സ്ഡ് അലോക്കേഷൻ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്പെഷ്യൽ ബ്ലോക്ക്, ഒരു ഇൻഡെക്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാകും. എന്താണ് ഇൻഡെക്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ടാകും. ആ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് എന്തുണ്ടാകും? പോയിന്റേഴ്സ്. ആ ഒരു ഫയൽ ഓക്യുപ്പൈ ചെയ്യുന്ന എല്ലാ ബ്ലോക്കുകളുടെയും പോയിന്റേഴ്സ് ആ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് ഉണ്ടാവും. എന്താണ് പറയുന്നത്? ഒരു ഇൻഡെക്സ് ലൊക്കേഷൻ്റെ അകത്ത് മെയിൻ ഒരാൾ കാണും, ദാറ്റ് ഈസ് ഇൻഡെക്സ് ബ്ലോക്ക്. ആ ബ്ലോക്കിൻ്റെ അകത്ത് നമ്മുടെ ഫയൽ ഇരിക്കുന്ന ഏതൊക്കെ ബ്ലോക്കുകളാണോ ആ ബ്ലോക്കുകളുടെ എല്ലാം കണ്ടൻറ്റും കണ്ടൻറ്റ് മീൻസ് പോയിന്റേഴ്സ് ടു എല്ലാ ബ്ലോക്സ്, പോയിന്റേഴ്സ് ടു ഓൾ ബ്ലോക്സ് എവിടെയൊക്കെ ഉണ്ടാവും? ആ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് ഉണ്ടാകും. ഓരോ ഫയലിനും അതിൻ്റെ ആയിട്ടുള്ള ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കറിയാം 19 നമ്മുടെ ഫയൽ ജീപ്പ് എന്ന് പറഞ്ഞ ഫയലിൻ്റെ അകത്ത്, ഇവിടെ ജീപ്പ് എന്ന് പറഞ്ഞ ഫയൽ എന്ന് പറയുന്നത് ഓരോ ഫയലിന് ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ടാവും. ഏത് ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് ഇരിക്കുകയാണ്? 19 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. അപ്പം 19 ബ്ലോക്ക് എന്ന് പറഞ്ഞ ഇൻഡെക്സ് ബ്ലോക്കിൻ്റെ അകത്ത് നമ്മുടെ ഫയൽ ജീപ്പ് ഇരിക്കുന്ന എല്ലാ ബ്ലോക്കുകളിലുള്ള പോയിന്റേഴ്സ് ഏതിൻ്റെ അകത്തുണ്ടാവും? ഈ 19ൻ്റെ അകത്തുണ്ടാവും. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ അകത്തൊക്കെ ഉണ്ടാകും? 1 എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്തുണ്ടാവും, 10 എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ ഉണ്ടാവും, 9 എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്തുണ്ടാവും, 16 എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്തുണ്ടാവും, 25 എന്ന് പറഞ്ഞ ബ്ലോക്കിൻ്റെ അകത്തുണ്ടാവും. അപ്പം ഇത്രയും ബ്ലോക്കുകളിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ജീപ്പ് എന്ന ഫയൽ ഇരിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡെക്സ്ഡ് അലോക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ് സപ്പോർട്ട്സ് ഡയറക്റ്റ് ആക്സസ് ടു ദ ബ്ലോക്സ് ആണ്. ഡയറക്റ്റ് ആക്സസ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. കാരണം ആ ഇൻഡെക്സ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റുമല്ലോ ഏതൊക്കെ ബ്ലോക്സ് ആണുള്ളതെന്ന്. അതുകൊണ്ട് ഫാസ്റ്റ് ആക്സസ് ആയിരിക്കും. പിന്നെ എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ ഒരു പ്രോബ്ലം ഇവിടെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ലിങ്ക്ഡിലും എക്സ്റ്റേണൽ ഫ്രാഗ്മെൻറ്റേഷൻ്റെ കേസ് വരുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? പോയിന്ററിൻ്റെ ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഓവർ ഹെഡ് ഉണ്ടാവും. അത് ലിങ്ക്ഡിനെ കാട്ടി ഇൻഡെക്സിലാണ് കൂടുതൽ.
കേട്ടോ, ഗ്രേറ്റർ ദാൻ ലിങ്ക്ഡ് ആയിരിക്കും. കാരണം ചെറിയ ഫയൽസിൽ തന്നെ ഇപ്പം ഇൻഡെക്സ്ഡ് അലോക്കേഷൻ എന്ന് വെച്ചാൽ വൺ എൻറ്റർ ബ്ലോക്ക് വേണം പോയിന്റേഴ്സിന്. ഈ എൻറ്റർ ബ്ലോക്കിനെയാണ് ഓരോന്നും പോയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ എന്തുണ്ടാവും, ഓവർ ഹെഡ് കൂടുതലാണെന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങനെ ഇത് പോയിന്റേഴ്സ് ഉള്ളതുകൊണ്ട് ഇൻഎഫിഷ്യൻ്റ് ആണ് ഇൻ ടേംസ് ഓഫ് മെമ്മറി യൂട്ടിലൈസേഷൻ. ഇൻഎഫിഷ്യൻ്റ് ആണ്. ഹൗവർ ഇൻ ലിങ്ക്ഡ് അലോക്കേഷനിൽ കാരണം ഒരു പോയിന്ററേ ഒരു ബ്ലോക്കിന് ആവശ്യമുള്ളൂ. ഇതിപ്പോൾ ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയും പോയിന്റേഴ്സിന് വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇൻ ടേംസ് ഓഫ് മെമ്മറി യൂട്ടിലൈസേഷൻ ഇൻഡെക്സ്ഡ് അലോക്കേഷൻ കുറച്ച് കൂടുതൽ ഓവർ ഹെഡ് ആണ് ആസ് കമ്പയർഡ് ടു ഏത് ലിങ്ക്ഡ് അലോക്കേഷൻ. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ്. എങ്ങനെയാണ് ഫയൽസ് ഡിസ്കിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്? വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ പറയുന്ന നമ്പർ, ഫയൽ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, ഇൻഡെക്സ് ബ്ലോക്ക് ഇഷ്ടമുള്ള കൊടുക്കാം, അതനുസരിച്ച് നിങ്ങൾ പോയിന്റർ കൊടുത്താൽ മതി. ഇവിടെ ആയാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ട് വേണമെങ്കിലും കൊടുക്കാം. സ്റ്റാർട്ടിങ് എൻഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ഇവിടെ 32 ഇതാണ് സൈസ് കൊടുത്തത്, 16 ആണെങ്കിലും മതി. ഇപ്പോൾ 0 to 15 വരെ കൊടുത്താലും മതി. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ സെയിം വാല്യൂസ് തന്നെ കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണേ. താങ്ക് യു.